50 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു ഏറ്റവും സുന്ദരമായ കാഴ്ച കാണാൻ വിദേശികളടക്കം വന്നിരിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക്. 200ഓളം വിദേശികളുണ്ട് എന്നും ആ 200ഓളം വിദേശികൾക്ക് പ്രത്യേകം പവലിയൻ ഒരുക്കി അവിടെ അവർ മാത്രമാണ് കേട്ടോ ഇത്തവണത്തെ VIP-കൾ. മറ്റു VIP-കൾക്കൊന്നും പവലിയനിൽ സ്ഥാനമില്ല. നമ്മളെല്ലാവരെയും പോലെ സാധാരണക്കാരെ പോലെ VIP-കളായിട്ടുള്ള മന്ത്രിമാരും കേന്ദ്രമന്ത്രിയും ഒക്കെ ഉൾപ്പെടെ സാധാരണക്കാരെ പോലെ കാണുമെന്ന നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞു. തിരുവമ്പാടിയുടെ വാദ്യക്കാർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് തൊട്ടുപിന്നാലെ തന്നെ തിടമ്പേറ്റിയ കൊമ്പന്മാരും എത്തുമെന്നുള്ളതാണ്. തിരുവമ്പാടിയുടെ വാദ്യക്കാർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ശക്തൻ തമ്പുരാന്റെ ആ പ്രതിമ ബലം വെച്ചുകൊണ്ട് പാറമേക്കാവ് എത്തുമ്പോഴേക്കും ഇതാ തിരുവമ്പാടിയുടെ ഗജവീരന്മാർ കരിവീരന്മാർ നിരക്കുമെന്നതിനുള്ള തെളിവാണ്. ശക്തൻ തമ്പുരാന്റെ പ്രതിമ. ശക്തൻ തമ്പുരാൻ എത്രമാത്രം ശക്തനാണെന്ന് തെളിയിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു കാഴ്ചയാണ്. ശക്തൻ തമ്പുരാന്റെ ഈ പ്രതിമയിലാണ് ഈ 15 ആനകളും വലം വെച്ചുകൊണ്ട് നേരെ തിരിച്ച് ഈ പാറമേക്കാവിലേക്ക് എത്തുക. വിദേശികൾ ഉൾപ്പെടെ 100 കണക്കിന് പേർ ഇതിൻ്റെ കാഴ്ച കാണാൻ, പൂരത്തിൻ്റെ കാഴ്ച കാണാൻ ലോകത്തിന് മുന്നിൽ കേരളത്തെ ഷോക്കേസ് ചെയ്യുകയാണ് ഈ പൂരത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓരോ ആനകളും നിരന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ കുടമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷമയോടുകൂടിയുള്ള കാത്തിരിപ്പാണ് ഓരോ പൂരപ്രേമിയും ഉള്ളത്. ആനപ്പുറത്തിരിക്കുന്നവർ പോലും താളത്തിൻ്റെ മേളത്തിൻ്റെ ആ ഒരു ആനന്ദലഹരിയിൽ ആറാടിക്കൊണ്ടാണ് അവർ ആലവട്ടവും വെഞ്ചാമരവും മുത്തുക്കുടയും ഒക്കെ മാറ്റുന്നത്. ആകാംക്ഷയുടെ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ തിരുവമ്പാടി അങ്ങനെ കടന്നു വരുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. ആ ചോദ്യത്തിന് അല്പസമയത്തിനകം തന്നെ ഉത്തരം കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യത്തിൽ അവിടെ ബാരിക്കേഡിന് വേണ്ടി തീർത്ത ഒരു വലിയ തെറിയുടെ മുകളിൽ കയറിയിരുന്നിട്ട് ആ കാഴ്ച കാണണേ. താഴെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇത് നമ്മൾ കാണുന്നത് തെക്കേ ഗോപുര നടക്കി മുൻവശത്ത് ഉള്ള ഒരു കോർപ്പറേഷൻ ഓഫീസിന്റെ കൊടിമരം. അതെ, കൊടിമരമാണ്. അവിടെയുള്ള ദേശീയ പതാക നമുക്ക് കാണാം. അതിന്റെ മുൻവശത്തൊക്കെ ആളുകൾ കൊച്ചി രാജാവിന്റെ അവിടേക്ക് വളരെ ഗംഭീരമായി അലങ്കരിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പാറമേക്കാവിനാണ് ആ കൊച്ചി രാജാവിന് ആദരവർപ്പിച്ച് അതിനുശേഷം വലം വെച്ച് വീണ്ടും വന്ന് നിൽക്കുക. എവിടെ? തെക്കേ ഗോപുര നടക്കി അഭിമുഖമായിട്ട്. അതെ, ആ അഭിമുഖമായി നിൽക്കുമ്പോഴേക്കും മറുവശത്ത് തിരുവമ്പാടിയും വന്ന് അങ്ങനെ നിൽക്കും. അതാണ്